നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മുഹമ്മദ് സുബൈർ എന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ത്യയുടെ യുദ്ധമുഖത്ത് ഫാക്ട് ചെക്കറായി നിൽക്കുകയാണ്. ആൾട്ട് ന്യൂസിൻ്റെ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റിൻ്റെ കോ ഫൗണ്ടറാണ് മുഹമ്മദ് സുബൈർ. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ കൃത്യമായ യുദ്ധമുന്നേറ്റം അത് എല്ലാ തരത്തിലും പാകിസ്ഥാനെ വരിഞ്ഞ് മുറുകിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം അതിരൂക്ഷമാവുകയും അവർ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും IMF-ൽ നിന്നും 8,500 കോടി രൂപ കൈപ്പറ്റുകയാണ്. ഇന്ത്യ ശക്തമായി അതിനെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അത് ശരിയായ നടപടിയല്ല എന്ന് ആ യോഗത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. FATF അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കൃത്യമായും മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ പണയിടപാട് നടത്തുന്നത് എന്ന് ചെക്ക് ചെയ്യുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ്. ആ FATF കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. തുർക്കി പോലുള്ള വലിയ തോതിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യങ്ങളെയും എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത ഇന്ത്യ ലോക രാജ്യത്തോട് വളരെ വൈകാതെ തന്നെ വിളിച്ചു പറയുമെന്ന് ഉറപ്പാണ്. കാരണം പാകിസ്ഥാന് ഈ യുദ്ധക്കൊതി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പ്രചോദനം നൽകുന്ന തുർക്കിയാണ്. ആ രാജ്യത്തിൻ്റെ ഡ്രോണുകളാണ് പലതും പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് വിടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതെല്ലാം തന്നെ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കുന്നതും. കൃത്യമായും മുഹമ്മദ് സുബൈർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിൽ ഫേക്കായി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സൈറ്റുകളെ ഓരോന്നായി കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഫാക്ട് ചെക്കറായി യുദ്ധമുഖത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈബർ പോരാളിയായി രാജ്യത്തിന് അഭിമാനമായി നിൽക്കുകയാണ്. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ ഗോദി മീഡിയകൾ പലരും ഈ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് അതിനുശേഷം ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമം നടത്തി. അത് വിഫലമാവുകയാണ് ചെയ്തത്. രാജ്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെയും അഖണ്ഡതയുടെയും കാര്യത്തിൽ ഇന്ത്യ എന്നത് ഒരൊറ്റ മുഖമാണ്. ഇന്ത്യൻ ജനത എന്നത് ഒരൊറ്റ തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് ഭരണഘടനയോട് കൂറ് പുലർത്തുന്നവരാണ്. അവർക്ക് ഒരു രീതിയിലുള്ള മതവിദ്വേഷവും തമ്മിൽ ഉണ്ടാകില്ല എന്ന് ഇങ്ങനെയുള്ള ഗോദി മീഡിയകൾക്ക് കാണിച്ചു കൊടുത്തു. ഇപ്പോഴിതാ ഇന്ത്യയുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് സുബൈർ. അർണബ് ഗോസ്വാമിയെ പോലുള്ളവർ വീണ്ടും വീണ്ടും മതസ്പർദ്ധ വളർത്തിയെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് തൻ്റെ റിപ്പബ്ലിക് ചാനലിലൂടെ എന്നുള്ളത്. വീണ്ടും വീണ്ടും വർഗീയത വിളമ്പാൻ ശ്രമിക്കുമ്പോൾ അവരെയെല്ലാം തച്ചുടയ്ക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇന്ത്യ രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്നു എന്നതിൽ അഭിമാനമാണ്. നമുക്കറിയാം, എയർഫോഴ്സും അതുപോലെ ഇന്ത്യൻ ആർമിയും സംയുക്തമായി വലിയ തോതിൽ സമാനതകളില്ലാത്ത പ്രതിരോധം തീർക്കുമ്പോൾ രാജ്യത്തെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് 3 സൈനിക മേധാവികളെയും വിളിച്ചു ചേർത്ത യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ യോഗത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്ന കാര്യപരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ്.